എന്നും എന്നും കുഞ്ഞു കൊഞ്ചലിന്റെ ചിരിച്ചന്തം പകർന്ന ഫോട്ടോ കൊച്ചിക്കാരി. വെൽക്കം മിയക്കുട്ടി. പുതുപ്പെണ്ണ് കാലത്തെ അലക്കാൻ ഇറങ്ങിയല്ലേ? ആ, അലക്കും കുളിയും കഴിയാതെ അടുക്കള കയറണ്ടെന്ന് ഇക്കാന്റെ ഉമ്മ പറഞ്ഞു. അല്ല, അന്റെ നാട്ടില് പുഴയുണ്ടാ? ഉണ്ട്, പുഴയുണ്ട്. പക്ഷെ നമ്മളതിൽ കുളിക്കാറില്ല. അതെന്താ? അനക്ക് പുഴയെ കുളിക്കുന്ന പേടിയാ? പുഴയെ കുളിക്കാൻ പേടിയൊന്നുമില്ല, പക്ഷെ ഒളിഞ്ഞു നോക്കാൻ വരുന്നവരെ പേടിയാ. ഡാ മമ്മൂനെ, ഇന്ന് ഈ പുഴയിൽ ആരും കുളിക്കുന്നില്ല. നീ എഴുന്നേറ്റ് പോവാൻ നോക്ക്. എന്താ എത്തത്? ഒരാടുന്ന ചൂണ്ടിട്ടോട്ടെ. അതിന് ചൂണ്ടക്കോല് മാത്രം എന്റെ കയ്യിലുള്ളൂ, ചൂണ്ടിയും നൂലും ഇല്ല. ഡാ എണീറ്റ് പോടാ. എന്തായിട്ടാ ഇത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നില്ലേ? ഷോ, ഇവരൊന്നും സമ്മതിക്കത്തില്ല. ഫാത്തിമ, എന്താ? നിനക്ക് എന്നെ മനസ്സിലായില്ലേ? എടി, ഇത് ഞാനാ, മമ്മൂന്. ഏത് മമ്മൂന്? ഫോട്ടോ വെച്ച് മമ്മൂന്. മനസ്സിലായില്ല? ഇല്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. കല്യാണം കഴിഞ്ഞ പഴയ കാമുകനെ കാണുന്നത് ഇഷ്ടമേ അല്ലല്ലോ. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും ഓർമ്മയില്ല. ഇപ്പൊ നിനക്ക് ഓർമ്മ കാണത്തില്ല. അന്ന് എന്തൊക്കെ ആയിരുന്നു എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നീ മറന്നു പോയെങ്കിലേ ഞാൻ പറഞ്ഞുതരാടി. ചോദിച്ചപ്പോ പേരയ്ക്ക എന്നു പറഞ്ഞോളേ. വീലിക്കരുകിൽ നിന്നും മയിലാണ്ടി കൈകൊണ്ട് വാഴയ്ക്ക വറുത്തത് തന്നോളേ. നിനക്ക് എന്നെ ഓർമ്മയില്ലേ? ഇല്ല. ഫാത്തിമ, എന്താ? നീ പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ല്. എന്താ പ്രശ്നം? നിന്റെ കെട്ടിയോൻ അബ്ദു അവന്റെ പഴയ കാമുകിയെയും കൊണ്ട് ഒളിച്ചോടി പോയെന്ന്. നീ പെട്ടെന്ന് ചെല്ല്, ഞാനിത് നാട് മുഴുവനും പറയട്ടെ. മമ്മൂനിക്ക, ഇക്ക എന്നോട് ക്ഷമിക്കണം. വലിയ വീട്ടിലെ ബന്ധം വന്നപ്പോ നിങ്ങൾ ഉപേക്ഷിച്ചു പോയതിന് പടച്ചോ എനിക്ക് കൂലി തന്ന്. നിങ്ങൾക്ക് പഴയ ഇഷ്ടം ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കൂടെ കൊണ്ടുപോവോ? ആരാ? മനസ്സിലായില്ലല്ലോ. മമ്മൂനിക്ക. വെറും മമ്മൂനല്ല, ഫോട്ടോ കൊച്ചി മമ്മൂന്. ഞാന് കണ്ടില്ല കേട്ടോ.
ഞാനിവിടെ പാട്ടും ബാക്കിയെല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ ആരോ ഒരു മൂലയിൽ ഇങ്ങനെ ചൂണ്ടിയിട്ടോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റേ സ്കിറ്റിലുള്ള ഒരു ചിണ്ടനുണ്ടല്ലോ, അതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. തിരിഞ്ഞപ്പോഴല്ലേ മനസ്സിലാക്കിയത് അങ്കിളിന്റെ മിയക്കുട്ടിയാണെന്ന്. ഓ, പിന്നെ ഡയലോഗ് പറയുന്ന പെർഫെക്ഷൻ. ഈ പ്രായത്തില് ഇത്ര കറക്റ്റ് ടൈമിങ്ങോട് എത്രയോ ഗ്യാപ്പ് കിടക്കുന്നു. ഒരു ഡയലോഗ് എവിടെ തുടങ്ങുന്നു എന്നുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ലെങ്തി ഡയലോഗ്, സൂപ്പർ. പിന്നെ പാടിയത് പാട്ട് കലക്കി കേട്ടോ നമ്മള്, സൂപ്പറായിട്ട് പാടി. പിന്നെ ഒരു ഗുളു വന്നു, ചുടുകണ്ണീർ എന്നുള്ള അത് പോട്ടെ. ഇതൊക്കെ ഈ പിഞ്ച് പൈതല് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണിത്? ഇതെങ്ങനെ പറ്റുന്നു? ഈ വേഷം ഇഷ്ടപ്പെട്ടോ അതോ പഴയ മീയക്കുട്ടിയുടെ വേഷമാണ് ഇഷ്ടം? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ചേഞ്ച് അല്ലേ മോളെ? ഒരു ചേഞ്ച് അല്ല. ഓ, ഒരു വ്യത്യാസത്തിന് വേണ്ടി. നീ മേഘനെ പോലെയാ? ഇല്ല, ഇവക്കും ഉണ്ടായിരുന്നു. സുഖമുണ്ടായിരുന്നോ? ആ ഒരു വ്യത്യാസം. പിന്നെ വിശേഷം പറയാം, എന്തൊക്കെയുണ്ട്? സുഖം, നന്നായിരിക്കും. ഈ പാട്ട് ആരാ പഠിപ്പിച്ചേ? ഈ പാട്ട് ആരാ എടുത്തത്? സെലക്ട് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും. ഇനി സെലക്ടാ? വാപ്പിയാണോ സെലക്ട് ചെയ്തത് അതോ ഉമ്മയാണോ? ഞാനത് ആദ്യം പറഞ്ഞു. ആരാ പാടാൻ വേണ്ടി എടുത്തു തന്നെ? മോളെ, ഈ പാട്ട് പാടാൻ ആര് പറഞ്ഞു? അവക്ക് അറിഞ്ഞൂടാ, കാരണം അവക്ക് ആരോ കൊണ്ട് കൊടുത്തു. മോളെ ഇത് പഠിക്കാൻ പറഞ്ഞു, അവള് ചെവി വെച്ചു, തത്തമ്മ പാടുന്ന പോലെ ഒന്ന് പാടി ക്ലിയർ ആക്കി, അത്ര തന്നെ. പിന്നെ നിങ്ങളുടെ സ്കിറ്റും ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഓൾ ദി ബെസ്റ്റ്. എന്താ കണ്ടത് ഇപ്പൊ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മീയക്കുട്ടി, ഉഗ്രനായിരുന്നു കേട്ടോ. മോൾ ഇതെങ്ങനെ ഇത് ഡബ് ചെയ്തത്? മോളുടെ ശബ്ദം തന്നെയല്ലേ? അതെങ്ങനെയാണ് ഇത് ഡബ് ചെയ്തത്? അതൊക്കെ ഉണ്ട്. എനിക്ക് എന്നെ കൂടി പഠിപ്പിച്ചു തരും ഇത്. മോള് പറഞ്ഞേ, ഞാൻ ഫോർട്ട് കൊച്ചി മമ്മ. എനിക്ക് നിങ്ങൾ 3 പേര് മാത്രല്ലേ ഈ സ്കിറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ 3 പേര് വെച്ച് ആ 12Kയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ നിൽക്കുമ്പോ ശരിക്കും കുളിക്കാൻ വേണ്ടി പോയി ഒരാൾ അവിടെ നിന്ന് മീൻ പിടിക്കുന്നു. അല്ല, ഞാൻ ആ മീൻ പിടിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വെള്ളത്തിൽ അതേ ഫീലാണ്. ശരിക്കും അവിടെ ഒരു ബോട്ടും ഉണ്ട്. അവിടെ ആ ഒരു അറ്റ അങ്ങനെ ആയതുകൊണ്ടേ സ്റ്റേജിന്റെ തിളങ്ങുന്ന കാരണം കൊണ്ട് ആ വ്യൂ കിട്ടുമ്പോ കായലിൽ മീൻ പിടിച്ചോണ്ടിരിക്കുക, അവിടെ 2 അലക്ക് പെണ്ണുങ്ങൾ നിൽക്കുന്നു. ശരിക്കും നമുക്ക് ആ ഫീലിലേക്ക് പോയി. എന്തിനാ മോളെ കല്യാണം കഴിക്കാൻ പോയതായി? ഇതിന്റെ കഥ മനസ്സിലായോ മീയക്കുട്ടിക്ക്? ഇത് ഈ സ്കിറ്റിന്റെ കഥ മനസ്സിലായോ? എന്താ മനസ്സിലായോ? ഒന്ന് പറഞ്ഞു. നമ്മള് പറയാം എന്താണ് സംഭവിച്ചത്? സ്കിറ്റിന്റെ കഥ. സ്കിറ്റിന്റെ കഥ എന്തായിരുന്നു? ആദ്യം നമ്മള് ഞാൻ അലക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവര് 2 തമ്മില് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എണീക്കും. എണീച്ചിട്ട് അവര് നോക്കി പറയും. എന്ത് പറയും? എന്തായിട്ടായിരുന്നു? നിങ്ങൾക്ക് വേറെ പണിയാന്നല്ലേ? ഇവരൊന്നിനും സമ്മതിക്കത്തില്ല, അങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് ഫാത്തിമ ഇവിടെ ഇരിക്കും. അപ്പോഴാണ് ഞാൻ ഫാത്തിമാനെ കാണുന്നത്. എന്നിട്ട് ഫാത്തിമാനായിട്ട് സംസാരിക്കാം. ഫാത്തിമ ആരാണ്? ഈ കുട്ടിയുടെ ആരാണ്? മമ്മൂഞ്ഞിന്റെ ആരാ? എന്താ? അതാണ് ഫാത്തിമ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, കഥ ഒന്നും അറിയില്ല, പക്ഷെ ഇവിടെ വന്ന് അടിച്ച് 6 അടിച്ച് പൊളിച്ചു. അത് തന്നെ. മിയക്കുട്ടി, മിയക്കുട്ടി കല്യാണം കഴിക്കുമോ ഇതാകുമ്പോ? എനിക്ക് ഇഷ്ടല്ലേ, എനിക്ക് എന്റെ വീട്ടിലിരിക്കണേ നല്ലത്. എന്റെ വീട്ടിലിരിക്കണേ. അപ്പൊ എന്തായാലും മിയക്കുട്ടിയുടെ പാട്ടിനെ കുറിച്ച് അങ്കിളിന് വളരെ ഹാപ്പി. മിയക്കുട്ടി ഇന്ന് മാസമായിരുന്നു. ഡയലോഗൊക്കെ അവസാനം പറഞ്ഞൊരു നടപ്പ് വന്ന് ക്യാമറ നോക്കിയൊരു സൈറ്റ് അടിയില്ലേ, അതിലെല്ലാം മിയക്കുട്ടിയുടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്കോറിംഗ് ആണ് ഇന്ന് നടന്നത് കേട്ടോ. ഉഗ്രനായിട്ടുണ്ട്. പിന്നെ മോളുടെ പിച്ചിങ് എപ്പോഴത്തെയും പോലെ അങ്ങ് പ്യൂർ പിച്ച് പെർഫെക്റ്റ് ആയിട്ടാണ് ഓൾമോസ്റ്റ് ഫുൾ സോങ് മോള് പാടിയത്. ഓക്കെ, അപ്പൊ എല്ലാം കൊണ്ട് വാവ ഇന്ന് അടിച്ച് പൊളിച്ചു. ഓക്കെ, ഞാൻ കമന്റ് പറയുന്ന മുമ്പേ വീണ്ടും എന്നെ നോക്കി ഒരു പ്രാവശ്യം അങ്ങനെ സൈറ്റ് അടിക്കണോ? ഒന്ന് സൈറ്റ് അടിച്ച ഒറ്റ കണ്ണടച്ച